ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് താരമെത്തണം. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോഴേ ഇന്നലത്തെ വീഡിയോ കണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. പിന്നെന്താ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അങ്ങനെ മഴ പെയ്യാറില്ലെന്ന്. പ്രസന്ന പറഞ്ഞു, യു മുംബൈയിലൊക്കെ വാർത്തയെ കണ്ടല്ലോ, ന്യൂസിൽ കണ്ടല്ലോ, ഭയങ്കര മഴയാണ്. ഞാനും കണ്ടു. ചില സ്ഥലങ്ങളിലൊക്കെ നന്നായി പെയ്തു. പക്ഷേ ഇവിടെ ഒരു ദിവസം രാത്രി മൊത്തം നിന്ന് പെയ്തു. പിന്നെ ഇന്നാണെങ്കിൽ അങ്ങ് ഭയങ്കര വെയിലായിരുന്നു. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഈ മഴയും കൂടെ പെയ്തതുകൊണ്ട് ഒന്നുകൂടെ അങ്ങ് ചൂടായി. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കൂട്ടൊന്നും നമുക്ക് മഴ കിട്ടിയില്ല ഇതുവരെ. അറിയത്തില്ല ഇനി മുന്നോട്ട് എന്തുവാണെന്നുള്ളത്. മനുഷ്യർക്ക് എന്തോ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത രീതിയിൽ മഴ വേണം. വെള്ളമില്ലെങ്കിൽ പറ്റത്തില്ലല്ലേ. എല്ലാം വേണം, മഴയും വേണം, വെയിലും വേണം, എല്ലാം വേണം. പിന്നെന്തുവാ, മുട്ടക്കാരൻ വന്ന് ഇപ്പം വരുന്നുണ്ട്. വേറൊരു പുതിയ ആൾ വന്ന്, അതുകൊണ്ട് ഈ പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പ്രൈസിന് ഇന്ന് ഫ്രൈഡേ മുഹറം അവധി ആയതുകൊണ്ട് സാറ്റർഡേ അവന് ഫ്രൈഡേയിലത്തെ എക്സാം നാളെയുണ്ട്. അതുകൊണ്ട് ഞാനൊരു സാറ്റർഡേ നോക്കിയിരിക്കുക. നമുക്ക് ഒരിത്തിരി രാവിലെ എണ്ണിക്കണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പം ഞാൻ ബീഫ് അച്ചാർ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞാൻ ചോദിച്ചു ഇന്നും വീഡിയോ ഇടാക്കത്തില്ല. ഇപ്പം മണി 9:30 കഴിഞ്ഞ്. ഒന്നും വേണ്ടായിരുന്നു. വല്ലതും വേണമെന്നാണോ ചോദിച്ചേ? വേണ്ട. അതുകൊണ്ട് നാളെ എക്സാം ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് വീഡിയോ അങ്ങ് ഇട്ടേക്കാന്ന് വെച്ച്. ഞാനേ എന്നും വന്നില്ലെങ്കിൽ എന്നെ മറക്കും നിങ്ങളൊക്കെ. അതുകൊണ്ട് വന്നെയാണ്. നമ്മൾ ഇപ്പം ഇവിടെ കാണാത്തവരെയൊക്കെ ഞാൻ വേറെ ഓരോരുത്തരത്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ വീഡിയോ കണ്ട് ബോറായി എല്ലാവർക്കും. അതുകൊണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ മറ്റിടത്ത് പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ചിലർ പറയും എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് കമൻറ്റ് ഇടാത്തതെന്നൊക്കെ. പക്ഷേ മറ്റിടത്തൊക്കെ പോയി നല്ല എസ്ഐ പോലെ കമൻറ്റൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതെന്തോ ആവട്ടെ. ഞാൻ വേറെന്തോ പറയണമെന്ന് പറഞ്ഞാൽ വന്നത്, പക്ഷേ അങ്ങ് മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുക. ഇനി എന്തുവാണെന്ന് ഓർക്കുന്നില്ല. ഓർക്കുവാണെങ്കിൽ ഞാൻ അന്നേരം പറയാമേ. അന്നേരം രാവിലെ പ്രൈസിന് ടിഫിൻ കൊണ്ടുപോകാനേ ഞാൻ ഇന്നലെ രാത്രിയിലെ ഇതിരി ഈ ഫ്രൈഡ് റൈസ് പോലെ, എഗ് ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കി കൊടുക്കാനാ. ഇപ്പം നമ്മൾ അന്നേരം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് തലേന്നേ അങ്ങ് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അതാ കുറേയും കൂടെ നല്ലത്. അങ്ങനെ ഞാൻ റൈസ് ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പം രാവിലെ ഇപ്പോൾ വന്ന് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ സവാള ഇങ്ങനെ വഴറ്റിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് എടുക്കുക. അതിൻ്റെ അകത്ത് ഇച്ചിരി സോസ് ഒഴിക്കും. അത് അവർക്കൊക്കെ ഇഷ്ടമാണ്. അവർക്ക് ഈ ബിരിയാണി റൈസ് ഒന്ന് കാണിച്ചാൽ മതി, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ ഒരു സവാള എടുത്തിട്ട്, ഇനി ഞാൻ സവാളയൊക്കെ പഴയതുപോലെ എടുക്കുന്നില്ല. ഇപ്പം നമുക്ക് 5 രൂപയ്ക്ക് കിട്ടാറില്ല, 30-35 രൂപയാണ്. അന്നേരം ഞാൻ ഇന്നലെ ഇല്ലേ എയർ ഫ്രഷ്നറിൻ്റെ കാര്യം പറഞ്ഞോണ്ടേ സൂസൻ പറയാം, ചേച്ചി ഇപ്പോൾ ഉടനെ കാറ് വാങ്ങിക്കും, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അത് മാറ്റി വച്ചേരെ, നിങ്ങളുടനെ കാർ എടുക്കും റീച്ചാനോടൊന്ന് പറയണേന്ന്. കാറുണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അതങ്ങ് വിറ്റ്. പിന്നെ റീച്ചാൻ പറയുന്നത് ഒരു കാറിനേക്കാളും നല്ലത് നമുക്കിവിടെ ഈ ഉബേറൊക്കെ, നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓട്ടോയൊക്കെ ആണെങ്കിൽ ഇവിടെ പിന്നെ മീറ്റർ അനുസരിച്ച് ഉബേറോ അങ്ങനെ ഓലയോ വല്ലതും പിടിക്കുവാണെങ്കിൽ അത് നമുക്ക് എവിടെ ആണെങ്കിലും ഏത് സമയത്തെല്ലാം നമുക്ക് ആപ്പ് ഇട്ട് കൊടുത്താൽ മതി, ഉടനെ എവിടെ വേണേലും പോകാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യത്തിന് നമുക്കിവിടെയൊക്കെ നല്ലതാണ്. അത് ചോദിച്ചാൽ പറയുന്നത് ഒരു വണ്ടി വാങ്ങിച്ചാൽ നമുക്കവിടെ പാർക്കിംഗ് ചാർജ് കൊടുക്കണം, അല്ലാതെ വെറുതെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് കുഴപ്പം എന്തെങ്കിലും, അതിനേക്കാൾ നല്ലത് ഇതല്ലേ നല്ല. അപ്പോൾ പിള്ളേർ പറയുന്നുണ്ട് പപ്പ ഒരു വണ്ടി വാങ്ങീരെന്ന്. റീച്ചാൻ അങ്ങനെ താല്പര്യമില്ലാതെ ഇരിക്കുക. അന്നേരം റീച്ചാൻ പറഞ്ഞേ കാറ് വാങ്ങിച്ചാലും മമ്മി അതിൻ്റെ അകത്ത് ഇരിക്കും, മമ്മിക്ക് വോമിറ്റിങ് വരും, അത് വരും. മമ്മിക്ക് ഇങ്ങനെ തുറസായിട്ട് എനിക്ക് റിക്ഷയിലൊക്കെ പോകുന്നത് ഇഷ്ടമാണ്, അത് കുഴപ്പമില്ല റിക്ഷയിലൊന്നും. കാറിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് കാറിൽ പോകാതൊന്നും ഇരിക്കത്തില്ല. ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ പോകുകയാണെങ്കിൽ എങ്ങനെയും കാറിൽ പോയാലെല്ലാം ഒക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ റൈസൊക്കെ വേവിച്ച്, ഞാൻ പറഞ്ഞില്ല ഇന്നലെ വേവിച്ചായിരുന്നെന്ന്. അപ്പോൾ ആ റൈസിനൊരു ഇച്ചിരി മഞ്ഞ കളറുണ്ട്. ഞാനൊരു സ്വല്പം കളറിന് വേണ്ടി സ്വല്പം ഇട്ടതാണ്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇത്തിരി വിതറിയിട്ടുണ്ട്, പിന്നെ ഒരു ഇച്ചിരി സോയാ സോസ് ഒഴിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് റീച്ചാനും പ്രൈസനും ഇന്ന് ഇതാ കൊടുത്തു വിട്ടത്. പ്രൈസൻ നല്ല ഹാപ്പിയായിരുന്നു. പ്രൈസന് ഇങ്ങനെയുള്ളത് കൊടുത്തു വിട്ട ഹാപ്പിയാണ്. പക്ഷെ അവന് മുട്ട ഇടുന്നതിനോട് താല്പര്യമില്ല, പേടിച്ചൂറിയ. മറ്റു പിള്ളേർ എന്തെങ്കിലും പറയുമെന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ പറയുവാണെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്, അവർ കഴിക്കാൻ വരണ്ട നിൻ്റേത്. അവർക്കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്നത് നീ ഇത് കൊണ്ടുവരല്ലേന്ന്. ചില പിള്ളേർ കഴിക്കത്തില്ലെന്ന് പറഞ്ഞാലും അവൻ കഴിക്കും. അപ്പോൾ ഞാൻ ഇച്ചിരി ചില്ലി സോസും ചേർത്ത്. ഒത്തിരി എരിവുള്ള, ഈ കമ്പനിയുടെ ഒത്തിരി എരിവൊന്നുമുള്ള സോസ് അല്ലായിരുന്നു. അപ്പം നമ്മുടെ അവൻ്റെ ടിഫിൻ ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും പീനട്ടൂടാണ് എടുത്തത്. അപ്പോൾ അതുകൂടെ ഒന്ന് ഉണ്ടാക്കി ചായയൊക്കെ റെഡിയായി. ഇനി മായ ഇന്നലെയും പറയുമായിരുന്നു, ചേച്ചി നല്ല മഴ, എന്നാൽ കണ്ടപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നിയെന്ന്. നല്ല മഴ സമയത്ത് അങ്ങോട്ട് നല്ല വേവുന്ന പുട്ട് പോലെ വേവുന്ന കപ്പയും കാന്താരി ഉടച്ച ചട്നിയും കൂടെ കൂട്ടിയൊന്ന് കഴിക്കാൻ ചില സമയത്ത് ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യും. പണ്ടൊക്കെ ഞങ്ങൾ കഴിക്കും വീട്ടിലുള്ള സമയത്തെ, നമുക്ക് കപ്പ കൃഷിയൊക്കെ ഉണ്ടായിരുന്നല്ലേ, അന്നേരം ഈ മഴ സമയത്തൊക്കെ കഴിക്കുന്നത്. അന്ന് പറയുന്നത് എന്തോ സിംഗപ്പൂർ കപ്പ, 6 മാസക്കമ്പ് 3, ഇപ്പോൾ എല്ലാം വേവുന്ന അങ്ങനെ പേരൊന്നുമില്ലെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ ചായയും ഇതും കൊടുക്കട്ടെ. ഞങ്ങളിപ്പോഴേ ബീഫ് വാങ്ങിക്കാൻ പോയിട്ട് വന്നേ, അച്ചാറിടാനൊക്കെ ബീഫ് വേണമായിരുന്നു. അപ്പം റീച്ചാൻ്റെ ഒരു പതിവുണ്ട്, വെളിയിൽ പോയി ഈ കട്ടിങ് ചായ കൂടി ഇത്ര കുഞ്ഞൊരു ഗ്ലാസ്സിൽ അവിടെ ചെന്നുണ്ടേ അയാൾ ഒരു ഇതിങ്ങനെ കെട്ടിയിട്ട് ഇടിച്ചിട്ട് അതിൻ്റെ സത്തം നേരം ആകുമല്ലേ ചായക്കകത്തിടുന്നത്. അതായത് ഇവിടങ്ങളിലുള്ളവരൊക്കെ ഇത് ചായ ഉണ്ടാക്കാൻ നേരം ഇതൊരു പുല്ലാണ്, നല്ല ആരമുള്ള നമ്മുടെ നാട്ടിൽ പണ്ടൊരു പുല്ലുണ്ടായിരുന്നു, ആ പുല്ലല്ല, ഇത് വേറൊരു പുല്ല്. ഇതിൽ നിന്നാണോ എന്തോ പുൽത്തൈൽ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് ഇടിച്ചിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചായക്ക്. അപ്പം ഞാനും വന്ന വഴിക്ക് നമ്പർ വിളിച്ച് ഇതൊന്ന് വാങ്ങിക്കാം. അപ്പോൾ ഞങ്ങൾ ആ മാർക്കറ്റ് വഴിയാണ്, പച്ചക്കറിയുള്ള മാർക്കറ്റ് വഴി വന്നത്. അപ്പോൾ ഈ ഒരു ബണ്ടിലിന് 10 രൂപ വാങ്ങിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടാകും. പിന്നെ നാരങ്ങ വാങ്ങിച്ചു, ഇങ്ങനെയുള്ള 2 നാരങ്ങ 20 രൂപ, 2 മുട്ട 4 നാരങ്ങ, 2 എണ്ണം 10 രൂപ. പിന്നെ വേറൊന്നും വാങ്ങിച്ചില്ല. വെയിലുമായിരുന്നു, 1 മണി ആയില്ലേ, അടയ്ക്കാൻ പോയി. ഇച്ചിരി കാക്കരി വാങ്ങിച്ചുകൊണ്ട് വന്ന്, കിലോ 60 രൂപ. ഇപ്പം ഈ ചൂട് സമയത്തൊക്കെ ഈ കുക്കുംബറിനൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇന്ന് പുതിയൊരു സ്ഥലത്ത് ഞങ്ങൾ ബീഫ് വാങ്ങിച്ചത്, കള്ളില്ല. അന്നേരം റീച്ചാൻ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കട്ടിങ് ഇങ്ങനെ കുടിക്കുമെന്ന്. അപ്പം ഞാൻ റീച്ചാൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ നിനക്ക് വേണമെന്ന്. അപ്പം വെയിലും ഞാൻ പറഞ്ഞു. അന്നേരം റീച്ചാൻ കൊണ്ട് ഈ പുല്ലിങ്ങനെ ഇതാണ് ലെമൺ ഗ്രാസ് എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ അതിങ്ങനെ ഇടിച്ച് നിന്നാൻ പറഞ്ഞാൽ എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നാൽ 1/2 കപ്പ് എനിക്കൂടെ തന്നു. അപ്പം ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് തന്നത്. ഞാൻ അന്നേരം സാധാരണ എന്നാൽ അടിയിൽ നിന്നൂടെ സപ്പോർട്ട് ചെയ്തായിരുന്നു പിടിക്കേണ്ടേ. ഞാൻ അതിൻ്റെ നടുക്ക് പിടിച്ചങ്ങോട്ട് കുടിക്കാനും അതെല്ലാം കൂടെ ചൂട് എൻ്റെ കഴുത്തേക്കൂടെ അങ്ങ് വീണ് നല്ല. അപ്പോഴത്തേക്കിന് അയാൾ പെട്ടെന്ന് പച്ചവെള്ളം തന്ന് കഴുകാൻ പറഞ്ഞു. എൻ്റെ കഴുത്തെല്ലാം ഒന്നാമത് ചൂടായിരുന്നു, അതിൻ്റെ കൂടെ ഈ ചൂട് ചായയും കൂടെ വീണ് നല്ലതായിട്ടങ്ങ് പുകയുമായിരുന്നു. എന്തുവാന്നേലും പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ പറയും ചൂടായതുകൊണ്ട് ഇപ്പോഴല്ല 2-3 ദിവസത്തിന് മുമ്പിട്ടുള്ള വീഡിയോ ഇത്. അപ്പം ഞാനിങ്ങനെ വലിയ ചരുവത്തിലും അല്ല പിന്നെ എന്നാൽ ചെറിയ ചരുവത്തിലൂടെ വെച്ചിട്ട് അത് തിളച്ചോണ്ടേ പക്കടും കൊണ്ട് അത് ആ ചൂടുവെള്ളം എടുത്ത് ഇങ്ങോട്ട് വെക്കാനും ആ പക്കടൊന്നിട്ടില്ലായി. ഭാഗ്യവശാൽ ഞാൻ അങ്ങോട്ട് അടുത്തല്ല നിന്ന്, ഇച്ചിരി ദൂരെയാണ് നിന്നെ. അത് മൊത്തത്തിൽ ആ ചൂടുവെള്ളം പാതാമ്പറത്തങ്ങ് വീണ്. ഇന്നെല്ലാം പൊള്ളൽ പരിപാടിയായിരുന്നു. ചായ എന്തോ പറ്റുന്നു, നമ്മളെ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ നടുക്ക് ഞാൻ പിടിച്ച്, അപ്പോൾ ആ നടുക്ക് പിടിച്ചോണ്ട് അതങ്ങ് ചൊക്കി അകത്തോട്ട്. അപ്പം മുകളിൽ നിന്ന് ചായ ഓവർഫ്ലോ ആയി. അപ്പോൾ ഞാൻ വന്ന് പെട്ടെന്ന് ചപ്പാത്തിക്കാർക്കൊക്കെ ചപ്പാത്തിയൊക്കെ കൊടുത്തു. പിന്നെ പെട്ടെന്നാണ് ഇന്നെന്നാൽ പോകാമെന്നും പറഞ്ഞിരുന്നത്. അപ്പോൾ റീച്ചാൻ ഇച്ചിരി രാവിലെ ജോലിയില്ലായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ട് പോയാൽ തരുന്നത്. അതുകൊണ്ട് പിന്നെ അങ്ങ് പോയ. ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു സ്ഥലത്താണ് പോയെന്ന്. അപ്പോൾ നമുക്ക് ഇത്തിരി ദൂരമാണെങ്കിൽ ഞങ്ങളുടെ ഈ മീൻ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. കോളം എന്ന് പറയാം, അവിടെ നിന്നാണ് വാങ്ങിച്ചത്. നമ്മൾ അല്ലാത്തടുത്ത് ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചെടുത്ത് പോകാമെന്നെങ്കിൽ ഇവിടെ അങ്ങനെ റഷൊന്നുമില്ല. AC ഒക്കെ ഇട്ട ഒരു ഇതാണ്.
ബീഫിൻ്റെ ഇതാണ്. ഒത്തിരി നമുക്ക് അവിടെ കട്ട് ചെയ്ത് തരാനാണേലും ആൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ ഇത്തിരി മസാല പുരട്ടി മീൻ വെച്ചായിരുന്നു. അപ്പോൾ അയലയുടെ തലയെടുത്ത് ഇങ്ങനെ ഇത് വെച്ചിരുന്ന് കുഞ്ഞൻ മത്തിയായിരുന്നു. അത് നേരത്തെ വാങ്ങിച്ച മീനാണ്. അത് ഞാൻ മസാല ഇങ്ങനെ പുരട്ടി വെച്ചേക്കുമായിരുന്നു. അത് ഇന്നിപ്പോൾ എടുത്തു. അത് ഇന്നൊന്ന് വറുത്തെടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പം വന്നിട്ട് പിന്നെ ചെറുപയർ ഞാനങ്ങ് തോരൻ വെക്കാമെന്ന് വെച്ചു. അല്ലാതെ പച്ചക്കറികളൊന്നും അങ്ങനെ അരിഞ്ഞില്ലായിരുന്നു, അരിയാനും സമയമില്ലായിരുന്നല്ലേ. അപ്പം ചെറുപയർ ഞാനൊന്ന് കുക്കറിൽ പെട്ടെന്ന് വേവിച്ച്. ഇന്നലത്തെ കറി ഇരിപ്പുണ്ട്, നമ്മുടെ പിന്നെ ചേമ്പ് കറി. അപ്പോൾ അതങ്ങനെ ഇരിപ്പുണ്ട്. ഇതും പയർ തോരനും മീൻ വറുത്തതും കൂടെ ആകുമ്പം നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഞാനൊന്ന് തിരിച്ചിട്ട് മീനൊക്കെ റെഡിയായി. പിന്നെ പയർ കൂടെ വെക്കണം. അപ്പം പിന്നെ ഉച്ചക്കത്തെയൊക്കെ ആവും. പിന്നെ വന്നിട്ടാണ് ഞാൻ പിന്നെ തുണികളൊക്കെ കഴുകാനിട്ടത്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. നമ്മളൊന്ന് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വന്നാൽ പിന്നെ ബാക്കിയുള്ള ജോലികൾ ചെയ്യുമ്പോഴത്തേക്കിനങ്ങ് ആകെ അങ്ങ് വതം കെടും. പയറുതോറിന് ഞാൻ വെളുത്തുള്ളി ഇച്ചിരി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ. ബീഫ് അച്ചാർ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതിയേ. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുള്ളത് മാങ്ങ അച്ചാറും ബീഫ് അച്ചാറും. ബാക്കി എല്ലാം ഇനിയിപ്പോൾ പിന്നെ ഇടണം. എനിക്കിപ്പോൾ ഉടനെ ലെമൺ ആൻഡേഴ്സ് ആൻറ്റി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ USA ആൻറ്റി. ഇപ്പം നാരങ്ങയ്ക്ക് നല്ല വിലയല്ലേ. അപ്പോൾ ഒരു ഇച്ചിരി ഒന്ന് കുറവാണെങ്കിൽ ഉടനെ വാങ്ങിച്ചിടണം. അതൊക്കെ ഇട്ട് ഇച്ചിരി ഒന്ന് കുറച്ച് ഒരു മാസമെങ്കിലും ഇരിക്കുമ്പോഴാണ് അതൊന്ന് നന്നായി ഒന്ന് കനിയുന്നത്. നാരങ്ങയൊക്കെ നമുക്ക് ഇട്ടൊരു 1-2 മാസം ആകുമ്പോഴാണ് അത് നന്നായിട്ട് ഇരുന്നത്. അതേസമയം നോൺ വെജ് ഞാനൊരു 4-5 മാസമേ പറയത്തുള്ളൂ. അതുപോലെ നെല്ലിക്ക, ഈന്തപ്പഴം ഒത്തിരി പേർക്ക് ഇഷ്ടമായെന്നുള്ളതാണ്. ഈ ലെമൺ ഡേറ്റ്സ് സാധാരണ ഈ ബിരിയാണി, ഫ്രൈഡ് റൈസ് അതിനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുപോലെ ലെമൺ ഡേറ്റ്സ് വാങ്ങിച്ചവരും പറഞ്ഞു, ചേച്ചി ഒത്തിരി നല്ലതാണ്. കാരണം നെല്ലിക്ക മാത്രം കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒത്തിരി ഇഷ്ടമായി. എൻ്റെ ഇത് ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേർ വാങ്ങിക്കാറുണ്ട്. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞു, അവരുടെ ഫ്രണ്ട്സുകൾ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അവരിപ്പോൾ 2-3 തീരെ ചില കൊച്ചുങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മൾ നെല്ലിക്കയും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ഡേറ്റ്സും നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ. തേങ്ങ തിരുമിയത് ഇച്ചിരിയേ ഉള്ളൂ, അത് മതി. പയർ ഞാൻ കുക്കറിൽ ഒരു വിസിലടിച്ചു. പക്ഷേ അത് വിസിലടിച്ചിട്ട് ഞാൻ തുറന്ന് നോക്കിയോണ്ടേ അങ്ങനെ വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേവുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇനിയും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഈ മസാലയിലൊക്കെ കിടന്ന്. അത് ഞാൻ ഒത്തിരി വെള്ളം ഒഴിച്ചില്ലായിരുന്നു പയറിൻ്റെ അകത്ത്. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ ഇങ്ങനെ അധികം വേവത്തില്ല. അതേസമയം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിക്കുമായിരുന്നെങ്കിൽ ഇത് നന്നായി അങ്ങ് വെന്തേനെയായിരുന്നു. എനിക്ക് അങ്ങനെ വേവുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങനെ വേവിച്ചെടുക്കുന്നതാണ്. പിന്നെ ഈ തേങ്ങയ്ക്കകത്തൊക്കെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് കുതിർന്ന് കയറുന്നതാണ് ടേസ്റ്റ്. അതുപോലെ ഈ മീൻ വറുത്തത് പ്രൈസിന് തിന്നാൻ പറ്റത്തില്ല. അവൻ പറയും, എന്തു മമ്മി ഇതിൻ്റെ അകത്ത് മാംസമൊന്നും ഫ്ലഷ് ഇല്ലല്ലേ. അപ്പം ഞാൻ ഞാൻ മൊത്തത്തിൽ മുള്ളു പോലും നോക്കാതില്ലേ കടിച്ച് തിന്നുന്നത്. അത് കാണുമ്പോൾ അവനങ്ങ് അതിശയമാണ്. ഞാൻ പറയും ചവച്ച് പതുക്കെ അങ്ങ് മൊത്തത്തിൽ അരച്ചങ്ങ് തിന്നാൽ മതിയെന്ന്. പക്ഷെ അവന് പേടിയാണ്. അന്നേരം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.